മച്ചമാരെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഗോപി മഞ്ചൂരി ഉണ്ടാക്കാനുള്ളത്. അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമുക്ക് അതിനു വേണ്ടി ആദ്യം വേണ്ടത് കോളിഫ്ലവർ ആണ്. അത് നമുക്കിത് വെട്ടിയെടുക്കാം. അപ്പോൾ ഗൈസ്, അതോടെ നമ്മളിവിടെ ഇത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇവിടെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതിനകത്ത് പുഴുവൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1 കപ്പ് നല്ല ചൂട് തിളച്ച വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ഇത് പൊരിക്കാനായിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് 2 സ്പൂൺ മൈദയാണ്. അതോടെ നമ്മളിവിടെ മൈദ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇടാം. ഇനി കുറച്ച് കുരുമുളക് പൗഡർ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിക്കാം. അല്ല, നമ്മൾ ഇഡലിയൊക്കെ കുഴയ്ക്കുന്ന ടൈപ്പ് അത്രയും ഇതിലാ മാവ് കുഴച്ചാൽ മതി. ഓവർ ആരും കുഴയ്ക്കാൻ നിൽക്കരുത്. അപ്പോൾ ഗൈസ്, നമ്മൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ നല്ല കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് നല്ല എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് കുറച്ച് സോയാ സോസ് ഒഴിക്കാം. കുറച്ച് മതി, ഓവർ ഒഴിക്കരുത്. സോയ സോസിന് നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ ഗൈസ്, ഇനി എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കോളിഫ്ലവർ ഇനി നമുക്ക് നേരെ നമ്മളെ മിക്സിയിലേക്ക് ഇടാം. ആദ്യം കുറച്ചിടണം, എല്ലാം കൂടെ ഒരുമിച്ചിടരുത്. അപ്പോൾ നമുക്ക് ഇനി നേരെ ഓരോന്നായിട്ട് ഇടണം. എല്ലാം കൂടെ ഒരുമിച്ചിട്ടാൽ വിടർത്തിയെടുക്കാൻ പാടായിരിക്കും. നമ്മളെ എണ്ണ ചൂടായതിന് ശേഷം ഇനി ഓരോന്നായിട്ട് ഇടാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യത്തെ സെക്ഷൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് വെക്കാം. നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം മാത്രമേ ഇതെടുക്കാൻ പാടുള്ളൂ. ഒരുമാതിരി ബ്രൗൺ കളർ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇതോടെ നമ്മൾ ഫസ്റ്റ് ബാച്ച് ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഗൈസ്, ഇതാ മാറ്റുന്നതാണ്. അപ്പോൾ ഗൈസ്, അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ബാച്ചാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കാര്യം, എല്ലാവരും ഓരോന്നായി ഇടുക, ഒരിക്കലും മിക്സാക്കി ഇടരുത്. ഗൈസ്, ഇതേപോലത്തെ ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് എടുക്കേണ്ടതാണ്. അപ്പോൾ ഗൈസ്, ഇവിടെ നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇനി നേരെ മാറ്റാം. അപ്പോൾ ഗൈസ്, നമുക്ക് വേണ്ടത് 1 ഉള്ളി, കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ കുറച്ച് ഒരു 1.5 ക്യാപ്സിക്കം മതി, പിന്നെ 4 പച്ചമുളക്, പിന്നെ 2 വെളുത്തുള്ളിയും 1 ഇഞ്ചിയും പേസ്റ്റ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നമ്മളെ ഇതിനു വേണ്ടി അരിയേണ്ടത്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഇട്ട് ഇനി പാൻ അടുപ്പത്തിലേക്ക് വെക്കാം. അപ്പം നമുക്ക് ഇവിടെ 2 സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് പാനിലേക്ക്. ഇനി ഇത് ചൂടാവാൻ വെക്കാം. അപ്പം മച്ചമാരെ, നമ്മളിവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നെസസറി തിങ്സ് ഇടാം. ആദ്യം തന്നെ നമ്മൾ ഉള്ളി ഇട്ടു, പിന്നെ നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടു, പിന്നെ നമ്മൾ മുളകിട്ടു, പിന്നെ ക്യാപ്സിക്കം ഇടുന്നതാണ്. ക്യാപ്സിക്കം പിന്നെ മല്ലിച്ചപ്പും കൂടി ഇടാം. അപ്പോൾ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടാൽ മതി. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണം, കട്ടിപ്പിടിക്കരുത്. അപ്പോൾ നമുക്കിനി വേണ്ടത് കുറച്ച് സോയാ സോസ്. കുറച്ച് മതി, ആരും ഓവർ ഇട്ടേക്കരുത്. കുറച്ച് ടേസ്റ്റിന് വേണ്ടി കുറച്ച് ചില്ലി സോസ്. എന്നിട്ട് വീണ്ടും മിക്സാക്കി കൊടുക്കുക. പിന്നെ നമ്മളുടെ കുറച്ച് കെച്ചപ്പ് ഇട്ട് കൊടുക്കുക, സോസ്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. 2 ടീസ്പൂൺ ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് നമുക്ക് കുറച്ച് കുരുമുളക് ഇടാം, 1/2 ടീസ്പൂൺ മതി. എന്നിട്ട് വീണ്ടും മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിക്കോ. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ 1 കപ്പ് കോൺഫ്ലവർ വെള്ളം കലക്കിയതാണ്. അതിന് നമുക്ക് നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്നതാണ് ഗൈസ്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മളെ മെയിൻ താരമായ നമ്മളെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക, നിർത്താണ്ട് മിക്സ് ചെയ്തോ, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിക്കും. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇളക്കിയതിന് ശേഷം മാത്രമേ റെസ്റ്റ് ചെയ്യാൻ വെക്കാമായിരുന്നു. അപ്പോൾ ഗൈസ്, 5 മിനിറ്റ് റെസ്റ്റിന് ശേഷം നമുക്കിത് പൊക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് നന്നായിട്ട് ഇളക്കിക്കോ. അപ്പോൾ ഗൈസ്, നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിടണം. അപ്പോൾ ഗൈസ്, അതോടെ നമ്മളിവിടെ ഗോപി മഞ്ചൂരി റെഡിയായി. നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. നമ്മളെ ഡിസൈനിന് വേണ്ടിയാണ്. അപ്പോൾ ഗൈസ്, ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാ നമുക്കൊരു നല്ല പ്ലേറ്റ് എടുത്ത് മാറ്റാം. അപ്പോൾ ഗൈസ്, ഇതോടെ നമ്മളെ നല്ല ചൂട് ഗോപി മഞ്ചൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. മസ്റ്റ് ട്രൈ ഹോമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ചൂടോടെ കഴിക്കുന്നത് തന്നെ നല്ല ടേസ്റ്റാണ്.
മസ്റ്റ് ട്രൈ ഹോം, സൂപ്പർ സാധനം. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കണം. അപ്പം ബൈ, അടുത്ത വീഡിയോയുടെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.